ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നിൻ്റെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അവസാന ഭാഗവും 10ലേക്ക് കടന്നു വന്നുകൊണ്ടുള്ള ഒരു സന്ദേശവുമാണ്. തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ പഞ്ചായത്ത് ഭരിക്കാനുള്ള ഭരണാധികാരികളെ, ശ്രേഷ്ഠരായ വ്യക്തികളെ കിട്ടണം. അപ്പോൾ ചൂഷണമില്ലാത്ത, തിന്മയില്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി പരിശ്രമിക്കും. ഈശോ തൻ്റെ സുവിശേഷം, നല്ല വാർത്ത അറിയിക്കുവാൻ കടന്നു വന്നപ്പോൾ അവിടത്തേക്ക് ഇസ്രായേൽ മുഴുവനുമായിട്ട്, ജെറുസലേം മുഴുവനുമായിട്ട് സന്ദേശം നൽകുവാനുണ്ടായിരുന്നു. പക്ഷെ ഓടിയെത്തി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ ചുമതലപ്പെടുത്തുന്നു. നമുക്കും തിരഞ്ഞെടുപ്പ് ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ സാധിക്കും. ഒരു പ്രദേശത്ത് മാത്രം ഏതാനും വ്യക്തികളെ, അടുത്ത പ്രദേശത്ത് മറ്റു വ്യക്തികളെ, ഇങ്ങനെ പ്രദേശങ്ങൾ മുഴുവനുമായിട്ട് മാറി മാറി വ്യക്തികളെ അണിനിരത്തുകയാണ്. അന്നത്തെ കാലത്ത് പ്രസംഗിക്കുവാൻ, പ്രഘോഷിക്കുവാൻ മൈക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കുക. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും സാന്ത്വനം അനുഭവിച്ച് സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി. ഈ ഒരു ചുമതല ഈശോ തൻ്റെ ശിഷ്യന്മാരെയും ഭരമേൽപ്പിച്ചു. രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും സാന്ത്വനമായി മാറാനും വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, യോഹന്നാൻ പ്രത്യക്ഷപ്പെടുകയാണ്. സ്നാപക യോഹന്നാൻ വരാനിരിക്കുന്ന ഭാവി രാജാവിനെക്കുറിച്ച് യെശയ്യാ പ്രവചിക്കുമ്പോൾ യോഹന്നാൻ ഇതാ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നവനായി വരാനിരിക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് മാനസങ്ങൾ ഒരുക്കാൻ വേണ്ടി യോഹന്നാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. വളഞ്ഞവ നേരെയാക്കാനും കുന്നുകൾ ഇടിച്ചു നിരത്തപ്പെടാനും അങ്ങനെ ദുഷ്ടതയേറിയ മനസ്സുകൾ നിർമ്മലതയുള്ളതാക്കി മാറ്റുവാനാണ് സ്നാപകൻ. അപ്പോൾ ധൃതി പിടിച്ചുള്ളൊരു പ്രഘോഷണമാണത്. സ്നാപകൻ ഇതാ ജനങ്ങളെ വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനം നൽകി ഒരുക്കിയെടുക്കുകയാണ്. ഈശോ ഈ ഒരുക്കപ്പെട്ട ജനത്തിനിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് താനാവും നല്ല വാർത്തയെ നൽകി അവർക്ക് സൗഖ്യം നേരിട്ട് നൽകുന്നു. പ്രിയമുള്ള, ഈ ഒരു അനുഭവത്തിൽ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.